പച്ചവെള്ളം കുടിച്ച് കിടന്നോളാം. ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ച് മരിക്കൊന്നുമില്ല. മരുന്ന് കഴിക്കേണ്ടതല്ലേ അച്ഛാ? എന്നാലും കുഴപ്പമില്ല. ഞങ്ങളോട് ദേഷ്യം ഉണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യമൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. എന്നാ സിലിണ്ടറെങ്കിലും കൊണ്ടുപോയിക്കോളൂ. അതിന്റെ ആവശ്യമില്ല. അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട അവനി. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കൂ. നിങ്ങൾ അവിടെ എന്തേലും ചെയ്യ. പകയുടെ മുഖം ക്രൂരമാണെന്ന് പറയുന്നത് ഇതാണ് ഏട്ടാ. കിട്ടിയ അവസരം അവള് മുതലാക്കുക. നമുക്ക് വിളമ്പി തരാൻ മാത്രം അവള് വളർന്നോ? ഇവര് രണ്ടുപേരും വിശന്ന് കിടന്ന് ശരിയാവില്ല ഏട്ടാ. പറഞ്ഞിട്ടാണ് മനസ്സിലാവുന്നുമില്ല. കുട്ടികള് വന്നു എന്ന് തോന്നുന്നു. വായിട്ടാ. ഫുഡ് ഡെലിവറി ആണോ മാഡം? ഫുഡോ? അതെ മാഡം. ആരോ ഓർഡർ ചെയ്തേ? പേര് നിഹാരിക എന്നാ. ഓ, താങ്ക് യു മോനെ. ഇറ്റ്സ് ഓക്കെ. അതാരാ പുറത്തു വന്നേ? ഞങ്ങളുടെ മരുമകളാകാൻ പോകുന്ന നിഹാരിക ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം അയച്ചതാ. അവള് ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് പോലെ വേറെ ആരും ആലോചിക്കില്ല. ചിലരൊക്കെ ഉണ്ട് പുറത്ത് വലിയ സ്നേഹമൊക്കെ നടിച്ച് പ്രയാസപ്പെടുത്താൻ നടക്കുന്നവര്. വേദ, വിശക്കുന്നുണ്ട്, വാ കഴിക്കാം. ശരിയേട്ടാ. നിഹാരിക ഇന്ന് എന്തായാലും നല്ല ഒരു കാര്യം തന്നെയാ ചെയ്തത്. നമുക്ക് പോയി കഴിക്കാം, വാ. പുലരിയിലൊരു പൂന്തെന്ന് കൊളുത്തുന്നു ദീപം, ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം, മലർച്ചുണ്ടിൽ തുളുമ്പുന്ന മുളം തണ്ടുമായി മണിക്കണ്ണൻ വിരുന്നെത്തി. അവൻ ഇവളുടെ വീടിന് മുമ്പിൽ കോലം വരയ്ക്കുക. അയ്യോ രാമ, ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ? കുറച്ച് ദിവസങ്ങളായിട്ടേ ഞങ്ങളുടെ വീടിന് മുന്നിൽ കോലം വരയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് അതങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു. നാളെ ഒരു തുളസിത്തറ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. എവിടെയാ? നിന്റെ തലയിലാണോ? അല്ല, നിന്റെ തലയില്. അയ്യോ രാമ, നിന്റെ തലയിലത് വെക്കാൻ പാടില്ല. പവിത്രമായ തുളസിയെ അപമാനിക്കുന്നത് പോലെ ആവില്ലേ? നിന്നെ ഞാൻ ശ്രീകരേട്ടാ, എന്തുപറ്റി അവനി? അയൽപക്കത്തൊരു യക്ഷിയുണ്ടല്ലോ, ആ യക്ഷി എന്റെ നേരെ ഫ്ലവർ വേസ് എടുത്ത് എറിയാൻ നോക്കി. അവള് ഫ്ലവർ വേസ് എടുത്തെറിഞ്ഞാലേ ഞാനേ ഗ്യാസ് സിലിണ്ടർ എടുത്തെറിയും. എന്റെ ഭാര്യ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ നോക്കി നിൽക്കില്ല.
വസന്ത, ഹും, നീ എറിയടി, എന്തു ചെയ്യുമെന്ന് നോക്കാം. നിങ്ങൾ എന്താ എന്നെ കൊല്ലാൻ നോക്കുവാണോ? ചേട്ടന്റെ ഉദ്ദേശം അത് തന്നെയാണെന്ന് തോന്നുന്നു. സിസ്റ്ററെ, എണ്ണ ഒഴിക്കല്ലേ. എന്താ ഇവിടെ പ്രശ്നം? ആ അയൽവക്കക്കാര് ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ വരൂ അമ്മമ്മേ. അവരുടെ സ്വഭാവം അറിയാലോ, അവരെന്ത് വേണേലും ചെയ്യും. അവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ട. മോളെ നിഹാരിക, രാത്രി നിങ്ങളൊക്കെ പുറത്തു പോയിട്ടും നീ ഞങ്ങൾക്ക് വേണ്ടി ആലോചിച്ച് അത്ര നല്ലൊരു കാര്യം ചെയ്തതിന് താങ്ക്സ് മോളെ. നിഹാരിക നല്ല കാര്യം ചെയ്തെന്നോ? എന്താ ചെയ്തത്? ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്ന എന്താ? അവള് ഞങ്ങൾക്ക് വേണ്ടി പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തില്ലേ? ഓ, രാത്രി നിഹാരിക ഞങ്ങളുടെ കൂടെയായിരുന്നു. എപ്പോഴാ ഓർഡർ ചെയ്തത്? നിങ്ങളില്ലാത്തപ്പോഴായിരിക്കും. മോള് പുറത്തു പോയാലും നീ ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടല്ലോ. നിന്റെ നല്ല മനസ്സാ മോളെ. ഭക്ഷണം വളരെ നന്നായിരുന്നു. ഏത് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തതാണെങ്കിലും വളരെയധികം നന്നായിരുന്നു മോളെ. അതെ മോളെ, ഹോട്ടലിലെ ഫുഡ് പോലെയല്ല, വീട്ടിലെ ഫുഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ നിനക്കുള്ള ശ്രദ്ധയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി മോളെ. ഒരു മരുമകൾക്കുണ്ടാവേണ്ട എല്ലാ ലക്ഷണങ്ങളും നിനക്കുണ്ട്. ഞാൻ ഓർഡർ കൊടുത്തിട്ടില്ലല്ലോ അമ്മ. ആണോ? പിന്നെ ആരാ അത്? ആവനി കൊടുത്തതായിരിക്കും. എടുത്തു ചാടി പറയുകയും ചെയ്തു. ആ ക്രെഡിറ്റ് എങ്ങനെയെങ്കിലും എന്റെ പേരിലേക്ക് ആക്കായിരുന്നു. ആവനിക്കൊന്നും പറയാൻ കഴിയില്ലായിരുന്നു. നീ അല്ലെങ്കിൽ പിന്നെ അത് ആരാ ചെയ്തേ മോളെ? അത് പിന്നെ അമ്മ. ആവനി അയച്ചതാ അമ്മേ. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് ശരിക്കും നല്ല വിഷമം തോന്നി. ഇവിടുന്ന് തരാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ആവനിയും ഞാനും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചു. അച്ഛനും അമ്മയും നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നേ. അവര് കഴിക്കാതെ നമ്മൾ എങ്ങനെയാ കഴിക്കുക? ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം. പുറത്തൊന്നും വേണ്ട ഏട്ടാ. എനിക്കൊരു സന്തോഷം തോന്നില്ല. ഞാനുണ്ടാക്കിയ ഭക്ഷണം അച്ഛനും അമ്മയും കഴിക്കണം. അവരത് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട് പ്രകാശ് ഉണ്ടല്ലോ, അവനോട് വരാൻ പറ. അതിനുള്ളിൽ ഞാനിത് ഹോട്ടൽ ഫുഡ് പോലെ പാക്ക് ചെയ്തോളാം. എന്നിട്ട് അവനെ ഏൽപ്പിക്കാം. ശരി അവനി. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയുന്നല്ലേ? അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഗ്യാസ് കഴിഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. മഴയുള്ളതുകൊണ്ട് പുറത്തു പോകാനും പറ്റില്ല. അതുകൊണ്ട് നീ ഒരു ഹെൽപ്പ് ചെയ്യോടാ. എന്താ വേണ്ടത്? ഞാൻ തരുന്ന പാഴ്സല് അവരെ ഒന്ന് ഏൽപ്പിക്കണം. നിങ്ങളൊരു ഡെലിവറി ബോയെ പോലെ കൊടുത്താൽ മതി. ആരാ ഓർഡർ ചെയ്തതെന്ന് അവര് ചോദിക്കും. നിഹാരിക ഓർഡർ ചെയ്തതാണെന്ന് പറയണം. ഓക്കെ അല്ലേ? ശരി. താങ്ക്സ് ഡാ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കഴിച്ച ശേഷം സന്തോഷത്തോടെ ഞങ്ങളും ഭക്ഷണം കഴിച്ചു. നിങ്ങൾ വിശന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമേ? നിങ്ങള് വീട്ടിലെ ഫുഡ് പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാനുണ്ടാക്കിയ ഫുഡാ. ഇതൊക്കെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചെയ്തതാണെന്ന് കരുതണോ അതോ വഞ്ചിച്ചതാണെന്ന് കരുതണോ? നമ്മളുമായി അടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രാത്രി അങ്ങനെയൊക്കെ ചെയ്തത്.
രണ്ടാളുടെ കയ്യിലും ചില്ലറ സ്കീമൊന്നും അല്ലല്ലോ. ഏട്ടാ, പറവേദ, നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ടോ? ഇങ്ങോട്ട് വന്നേ. ഈ ചെയ്ത കാര്യത്തിനുള്ള സർവീസ് ഫീസ്. ഞങ്ങൾ പുറത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചതാണെന്ന് കരുതാം. ഞങ്ങളുമായിട്ട് അടുക്കാൻ വേണ്ടി നീ എത്ര നാടകം കളിച്ചാലും നടക്കില്ല മോളെ. ഇനി ആരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എന്റെ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സംതൃപ്തിയോടെ നിങ്ങളിത് കഴിച്ചു. എനിക്ക് അത്രയും മതി. പണം കൊണ്ട് സ്നേഹത്തെ അളക്കാൻ പറ്റില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടിപ്പോ അമ്മ തന്നെയാണോ പണം തരുന്നത്? ഈ പണം തരുന്നത് സ്നേഹത്തിനല്ല, സർവീസിനാ. മാഡം, ഗണേശോത്സവത്തിന്റെ ആൾക്കാരാണ് മാഡം. ഏട്ടാ, എന്താ അവനി? കയ്യിലൊരു 116 രൂപ ഉണ്ടെങ്കിൽ തന്നെ. വേദവതി അമ്മയുടെയും പ്രസാദറാവ് സാറിന്റെ പേരില് 1116 രൂപ എഴുതി. ശരി മാഡം. ആ പുണ്യ ദമ്പതിമാരെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ആയിക്കോട്ടെ മാഡം. ഓരോന്നും ചേരേണ്ടത് എവിടെയാണോ അവിടെ തന്നെ അത് ചേരും അമ്മേ. വായേട്ടാ. കണ്ടോ കണ്ടോ, വന്നവർക്ക് പൈസ കൊടുത്ത് വന്നവർക്ക് മുമ്പിൽ അമ്മയ്ക്ക് പേര് ദോഷം ഉണ്ടാക്കിയത് കണ്ടോ? അവനുടെ കാര്യത്തില് അമ്മ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഓക്കെ ചേച്ചി, ഇനി അങ്ങോട്ട് മാറും. എടാ, അളിയാ, ഒന്നിങ്ങ് വാ. അളിയ, എന്തിനാ അളക്കുന്നേ? ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനാണോ? അതെ അളിയാ, കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇങ്ങോട്ട് വാ. എന്താ ഇതൊക്കെ? എന്തിനാ നീ ഇവരുടെയൊക്കെ അളവെടുക്കുന്നേ? അതൊന്നുമില്ല നിഹാരിക. ഫ്യൂച്ചറിൽ 2 പെട്ടികൾ റെഡിയാക്കി അതിൽ എൻ്റെ ചേച്ചിയെയും അളിയനെയും കിടത്തിയിട്ട് ശ്മശാനത്തിലേക്ക് പാഴ്സൽ ചെയ്യാനുള്ള പരിപാടിയാ. എടാ, അവന് എന്റെ ജീവിതം വെച്ച് കളിച്ചോണ്ടിരിക്കുക. ഇവിടെ നീ എന്റെ പാരന്റ്സിനെ വെച്ച് കളിക്കുക. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടി നീ എന്തൊക്കെ ഗെയിംസ് കളിച്ചതാ. അതുകൊണ്ടാ അവസാനം എവിടെയോ എത്താതെ പോയത്. പോട്ടെ, നിന്നെ കെട്ടാൻ വന്ന എനിക്കെന്തെങ്കിലും മെച്ചമുണ്ടായോ? ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താതെ പോയി. അങ്ങനെയുള്ളപ്പോ നീ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന എന്തിനാ? സുഖമായിട്ട് ദുബായിലേക്ക് തിരിച്ചു പോയി നിന്റെ പഴയ ലൈഫ് നിനക്ക് എൻജോയ് ചെയ്യാലോ. അഭിമാന പ്രശ്നമാ നിഹാരിക. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഭാര്യയെ കൂട്ടാതെ അങ്ങ് ചെന്നാ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പല വിധത്തിലുള്ള പേരിട്ട് വിളിക്കും. അമ്മോ, അത് കേൾക്കാൻ വയ്യ. അപ്പൊ ഞാൻ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി ചാടി ചാവേണ്ടി വരും. നീ ഇവിടെ നിന്നിട്ടും വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ. നിനക്ക് വേദവതിയുടെ വീട്ടിലെ ദത്തുപുത്രനാകാനും പറ്റില്ല, അതുപോലെ എന്റെ ഭർത്താവ് ആകാനും പറ്റില്ല. അങ്ങനെയുള്ളപ്പോ വേണ്ടാത്ത ശ്രമങ്ങളൊക്കെ എന്തിനാ? ആ വീട്ടിലെ അവസ്ഥ അത്രയ്ക്ക് നല്ലതൊന്നും അല്ല. ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ആ കാര്യം അവനോട് എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇവന്റെ തലയിലോട്ട് കേറുന്നില്ല.
വേദവതിയുടെ മകൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നല്ലതല്ലേ? ജീവനോടെ ഉണ്ടെന്ന് ഗുരു വന്ന് പറഞ്ഞു പോയില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടെന്തായി? ഇന്ന് ജീവനോടെ ഉള്ള ആള് നാളെ ജീവിച്ചിരിക്കുമെന്ന് ഗ്യാരണ്ടി എന്താ? ഫോർ എക്സാമ്പിൾ, ആളിയനിപ്പോ നമ്മുടെ കൺമുന്നിലുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞാ ബാത്റൂമിൽ കാല് തന്നെ വീണ് ചത്തുപോയേക്കാം. ഒന്നും പറയാൻ കഴിയില്ല നിഹ. ആ അജ്ഞാതപുത്രൻ വന്നില്ലെങ്കിലും ജീവനില്ലെങ്കിലും ദത്തുപുത്രനാവാനുള്ള ഓപ്ഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ കല്യാണം നടന്നിരിക്കും. എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം നിഹാരിക. എന്ത് വേണമെങ്കിലും നടക്കുമായിരിക്കും. നീയുമായിട്ടുള്ള എന്റെ കല്യാണം മാത്രം നടക്കില്ല. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വേണ്ട. നീ നോക്കിക്കോ, അവസാനം നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നതും ഞാനാ. ആ വീടിന്റെ അനന്തരാവകാശിയാകാൻ പോകുന്നതും ഞാനാ. നീ ആ വീട് വിട്ട് ഇങ്ങോട്ട് വരില്ല. ഇവൻ ഈ വീട് വിട്ട് അങ്ങോട്ട് പോവുകയില്ല. എല്ലാം ഞങ്ങളുടെ വിധിയാ. അത് വിട്. നീ എന്താ മോളെ ഇതുവഴിക്ക്? കുറച്ചു നേരം ഇവിടെയെങ്കിലും സമാധാനമായിട്ട് നിൽക്കാൻ വേണ്ടി വന്നതാ. ഇവിടെയാണെങ്കി ഇങ്ങനെ. ചേച്ചേ നിഹ നിൽക്ക്. പാവം നിഹാരികയ്ക്ക് വന്ന കഷ്ടപ്പാട് ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത്. ഇവൾക്ക് കുറച്ച് ധൈര്യം ഉള്ളതുകൊണ്ട് ഇതൊക്കെ നേരിടാൻ പറ്റുന്നുണ്ട്. മറ്റേതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ സൂയിസൈഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ഇതിനിടയ്ക്ക്. ഒന്നും രണ്ടും ആണോ? നിഹാരിക എത്ര അപമാനം സഹിച്ചു. ഞാൻ വല്ലോ ആയിരുന്നെങ്കിൽ എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ എന്തേലും ചെയ്തേനെ. ഗുരു ഇവിടെ വന്ന് എന്റെ രണ്ടാമത്തെ അനിയൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോഫി എടുക്കാമേ. ആ അനിയനെ ഇനി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയില്ല. ആ അനിയൻ വന്നാലെങ്കിലും ഈ നിഹാരികയോട് നീതി കാണിക്കാൻ പറ്റും. അദ്ദേഹം വരണമെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ശ്രമം നടത്തണ്ടേ? നീയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം ഇത്. നീ വെറുതെ തലയിടണ്ട. ഒരു അഡ്വൈസ് തരുന്നതിൽ എന്താ തെറ്റ്? ഫ്രീ അഡ്വൈസ് തൽക്കാലം ആവശ്യമില്ല. എന്നാ പൈസ തന്നേക്ക്. കണ്ടില്ലേ, അവളുടെ അഹങ്കാരം കാണുന്നുണ്ടല്ലോ അല്ലേ? നാണമില്ലാത്തവരല്ലേ, എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു ശ്രമം നടത്താതെ ഭഗവാനെ നിന്നെ ഏൽപ്പിക്കുന്നു എന്നും പറഞ്ഞു വിടുന്നത് ശരിയല്ല എന്ന് ആവനി പറഞ്ഞ അതും തെറ്റാണോ അമ്മേ? സ്വാമിജി ഇവിടെ വന്ന് മകൻ ജീവനോടെയുണ്ട് എന്ന് പറഞ്ഞു. അയാളിപ്പോൾ എവിടെയാണെന്നും എങ്ങനെയാണെന്നും അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ച മാത്രമല്ലേ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയൂ. ചെറുപ്പത്തിൽ മിസ്സായ ആൾക്കാരെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കുന്നത് ദിവസേന പത്രത്തിലും ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ അമ്മേ? ഏട്ടൻ ഇപ്പൊ എന്ത് സിറ്റുവേഷനിലാണോ എന്തോ. അയ്യോ, കണ്ടോ പേപ്പറിൽ അങ്ങനത്തെ ഒരു ന്യൂസ് തന്നെയാ വന്നത്. എന്താ ഉള്ളത്? ഏതോ ഒരുത്തനെ 20 വർഷം മുമ്പ് കാണാതെ പോയത്രേ. അവനെ കുറിച്ചും ഇപ്പൊ അവനുള്ള അവസ്ഥയെക്കുറിച്ചുമുള്ള സത്യങ്ങൾ അറിഞ്ഞ് ആളുകൾ ഞെട്ടിപ്പോയെന്ന്. സന്തോഷിക്കേണ്ട കാര്യമല്ലേ, അതിനെല്ലാരും ഞെട്ടുന്ന എന്തിനാ? അത് ശരിയേ പൃഥ്വിരാജ് ചേട്ടാ, അതൊരു ഇമോഷൻ അല്ലേ, അതിന് ഞെട്ടുന്ന എന്തിനാ? മർഡർ കേസിൽ അവൻ ജയിലിലാണത്രേ. പേപ്പറിലെ കഥയും ഫാമിലി സ്റ്റോറിയും ഒക്കെ ഒരുപോലെയാ ഉള്ളത്. അബദ്ധത്തിലാണെങ്കിൽ പോലും നമ്മുടെ അമ്മയുടെ രണ്ടാമത്തെ മോൻ അങ്ങനെ ആവില്ലല്ലോ. ലാവണ്യ, അമ്മേ, ഏത് അന്തരീക്ഷത്തിലാണോ വളരുന്നത് ആ അവസ്ഥ ആ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ രൂപീകരണത്തെയും ബാധിക്കാറുണ്ട് അല്ലേ? അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. എന്റെ വയറ്റിൽ ജനിച്ച മകൻ അവൻ എവിടെയായിരുന്നാലും സംസ്കാരമുള്ളവനായിട്ടേ അവൻ വളരൂ. സമ്പ്രദായ പ്രകാരം മാത്രമേ അവൻ ജീവിക്കൂ.
അവൻ നീതിമാനും സത്യസന്ധനുമായിരിക്കും. എന്റെ മകനെ കുറിച്ച് വെറുതെ വേണ്ടാത്തത് ചിന്തിക്കണ്ട. എവിടെയാണെന്ന് പോലും അറിയാത്ത ആളെ കുറിച്ച് അനാവശ്യം പറയരുത്. നീ എവിടെയാണ് മോനെ? മോനെ കാണാൻ വേണ്ടി ഈ അമ്മ കാത്തിരിക്കുക മോനെ. ഏതെങ്കിലും വിധത്തില് എന്റെ അടുത്തേക്ക് വരൂ മോനെ. ഏഴുമലവാസ വെങ്കടേശ്വര ഗോവിന്ദ ഗോവിന്ദ.